അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തു യാസീൻ നമ്മളിങ്ങനെ പഠിച്ചു കൊണ്ടുവരികയാണ്. 45-ാമത്തെ ആയത്ത് വരെ നമ്മൾ പാട്ടായിട്ട് മഖ്റജുകൾ അനുസരിച്ച് കൃത്യമായി എങ്ങനെ തെറ്റില്ലാതെ പാരായണം ചെയ്യാം എന്നതിനെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 46-ാമത്തെ ആയത്ത് മുതൽ 50-ാമത്തെ ആയത്ത് വരെയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനും അതനുസരിച്ച് ഓതാനും ഒക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആദ്യത്തെ ആയത്ത് അഥവാ 46-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ തഅതീഹിം മിൻ ആയത്തിൻ മിൻ ആയാതി റബ്ബിഹിം ഇല്ലാ കാനൂ അൻഹാ മുഅ്രിളീൻ. ആദ്യം നമ്മളിവിടെ ശ്രദ്ധിക്കാനുള്ളത് വമാ തഅതീഹിം എന്ന് ആ ഹംസയെ ശരിക്കും പൂർണ്ണമായി അവിടെ ഉച്ചരിക്കരുത്, മറിച്ച് ചെറിയ രീതിയിൽ അവിടെ കേൾക്കാൻ പാടുള്ളൂ. വമാ ഇത്ര മാത്രം. വമാ തഅതീഹിം മി, അവിടെ ആ ശബ്ദുള്ള മീമിനെ മണിക്കണം. വമാ തഅതീഹിം മി, അങ്ങനെ. വമാ തഅതീഹിം മിൻ ആയത്തിൻ മി, പിന്നെയും ശബ്ദുള്ള മീമിനെ അവിടെ മണിക്കണം. വമാ തഅതീഹിം മിൻ ആയത്തിൻ മിൻ ആയാതി റബ്ബിഹിം ഇല്ലാ കാനൂ അൻഹാ ഐന് ശ്രദ്ധിക്കുക. അൻ ഇല്ലാ കാനൂ അൻഹാ മുഅ്രിളീൻ. പിന്നെയും ഐന് വന്നു, അവിടെയും ഐനിനെ പ്രത്യേകം ശ്രദ്ധിക്കണം. മുഅ്രിളീൻ, അവിടെ ഐനിന് ശേഷം റാ വന്നിട്ടുണ്ട്, ആ റായിന് ശേഷം ലാദ് വന്നിട്ടുണ്ട്. ആ ലാദിൻ്റെ മഖ്റജ് നാവിൻ്റെ അരികും അതുപോലെ തന്നെ മേലെ സൈഡ് ഭാഗത്തെ പല്ലും കൂടി ചേരുമ്പോഴാണ് ഈ ലാദ് എന്ന അക്ഷരം പുറപ്പെടുന്നത്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം, വിട്ടുപോകരുത്. മുഅ്രിളീൻ, ആ നാവിൻ്റെ അറ്റം അവിടെ മുട്ടിക്കണം. ഇല്ലാ കാനൂ അൻഹാ മുഅ്രിളീൻ. അടുത്ത ആയത്തിലേക്ക് വന്നാൽ وَإِذَا قِيلَ لَهُمْ أَنفِقُوا مِمَّا رَزَقَكُمُ اللَّهُ قَالَ الَّذِينَ كَفَرُوا لِلَّذِينَ آمَنُوا أَنُطْعِمُ مَن لَّوْ يَشَاءُ اللَّهُ أَطْعَمَهُ إن أنتم إلا في ضلال مبين. ഇവിടെ വഇദാ ഖീല, അവിടെ ദാലാണ്, ദാലിൻ്റെ മേലെ പുള്ളിയുള്ള വഇദ, നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലിൻ്റെ അറ്റവും മുട്ടിക്കണം. വഇദാ ഖീല, ഖാഫ് ശ്രദ്ധിക്കണം. ഖാഫ് ഖീല, കീല അല്ല, ഖീല ഖാഫാണ്, കാഫല്ല. وَإِذَا قِيلَ لَهُمْ أَنفِقُوا, അവിടെ മണിക്കണം. وَإِذَا قِيلَ لَهُمْ أَنفِقُوا مِمَّا, മീമിനും നൂനിനും എവിടെ ശബ്ദം വന്നാലും അവിടെ മണിക്കണം എന്നാണ് തജ്വീദിന്റെ നിയമം. ഇവിടെ മിമ്മ നോക്കിയാൽ മനസ്സിലാകും, മീമിന് ശബ്ദം വന്നിട്ടുണ്ട്. അപ്പൊ ശബ്ദം വന്നു എന്നതിന്റെ കാരണത്താൽ അവിടെ മണിക്കണം. മിമ്മാ റസഖകുമുല്ലാഹു, റസഖു, അവിടെ ആദ്യം ഖാഫ് വന്നു, പിന്നെ കാഫ് വന്നു. അപ്പൊ പ്രത്യേകം മഖ്റജുകൾ ശ്രദ്ധിക്കുക. റസഖകുമുല്ലാഹു ഖാലല്ലദീന കഫറു, ആദ്യം ഖാലല്ലദീന, അവിടെ ഖാഫ് വന്നു, പിന്നെ കഫറൂന്റെ കാഫ് വന്നു. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകം അതിൻ്റെ വ്യത്യസ്തമായ മഖ്റജുകൾ കേൾക്കുന്ന ആളുകൾക്ക് ശരിക്കും ബോധ്യപ്പെടുന്ന രൂപത്തിൽ തന്നെ, വ്യക്തമായി മനസ്സിലാകുന്ന രൂപത്തിൽ തന്നെ അവിടെ പാരായണം ചെയ്യണം.
وقال الذين كفروا للذين ആമനു അവിടെ നീട്ടണം, അവിടെ മദ്ദിന്റെ ചിഹ്നം കാണാൻ കഴിയും. ആമനു അനുതഇമു മൻ ലൗ യശാഉല്ലാഹു. അവിടെ ഷീനിന് മദ്ദുണ്ട്. മല്ലൗ യശാഉല്ലാഹു അത്അമഹു. ശ്രദ്ധിക്കുക, അത്അമഹു അവിടെ നീട്ട് കാണാം, മദ്. അത്അമഹു ഇൻ അൻതും അവിടെ മണിക്കണം. ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിം. ലോദ് അഥവാ നേരത്തെ പറഞ്ഞ മഖ്റജ് ലോദ്. ഇല്ലാ ഫീ ഇല്ലാ ഫീ ളലാലിം മണിക്കണം. ഇല്ലാ ഫീ ളലാലിം മുബീൻ. അടുത്ത ആയത്ത് അഥവാ 48-ാമത്തെ ആയത്ത്. വയഖൂലൂന മതാ ഹാദൽ വഅദു. വയഖൂലൂന ഖാഫ് ശ്രദ്ധിക്കുക. വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ. ആദ്യം വയഖൂലൂന എന്നതിന്റെ ഖാഫ് ശ്രദ്ധിക്കണം. വയഖൂലൂന മതാ ഹാദൽ വഅദു ഐൻ. മതാ ഹാദൽ വഅദു ഇൻ കുൻതും രണ്ട് സ്ഥലത്ത് പഠിക്കണം. ഇൻ കുൻതും മനസ്സിലായ? ഇൻ കുൻതും സാദിഖീൻ. സ അല്ല സോ. ഇൻ കുൻതും സാദിഖീൻ. ഖാഫ് സാദിഖി ഖാഫാണ്. സാദിഖീൻ. ശേഷം മാ യൻദുറൂന ഇല്ലാ സൈഹതൻ വാഹിദതൻ തഅഖുദുഹും വഹും യഖ്സിമൂൻ. മാ യൻദുറൂന അവിടെ മണിക്കണം. ആ എന്നതിന് ശേഷം ലോ ആണ്. ലോ എന്നതിൻ്റെ മഖ്റജ് ലാദും ഉണ്ട് ലോവും ഉണ്ട്. രണ്ടിനും രണ്ട് മഖ്റജാണ്. ലാദിൻ്റെ മഖ്റജ് നമ്മൾ നേരത്തെ പറഞ്ഞു, നാവിൻ്റെ അരികുഭാഗവും അതുപോലെ തന്നെ സൈഡിലെ മേലത്തെ പല്ലും. അത് ഈ വശമാകും ഈ വശമാകും, ഏത് വശവും ഉപയോഗിക്കാം. ഇനി ലോഇൻ്റെ മഖ്റജ് നാവിൻ്റെ അറ്റം, മുൻവശം, സൈഡല്ല മുൻവശം. ഈ മുൻവശം ഈ മേലെ മുൻപല്ലിൽ ലോ ഇങ്ങനെ വെക്കണം. എന്നിട്ട് ലോ ഇങ്ങനെ പറയണം. അപ്പോൾ നമ്മൾ ലോദ്. അപ്പോൾ ലോദ് പറയേണ്ട സ്ഥലത്ത് ലോദ് തന്നെ പറയണം. ലോ പറയേണ്ട സ്ഥലത്ത് ലോഇൻ്റെ മഖ്റജിൽ നാവ് വെച്ചതിന് ശേഷം തന്നെ പറയണം. എങ്ങനെയെങ്കിലുമൊക്കെ ഒരു കാട്ടിക്കൂട്ടൽ അവിടെ ഉണ്ടായാൽ പോരാ. അപ്പോൾ ഇവിടെ നമ്മൾ ലോ ആണ്. അങ്ങനെ ഓതണം. ഇല്ലാ സ്വാദാണ്. ഇല്ലാ സൈ അല്ല. ഇല്ലാ സൈഹതൻ ഹാ. ഇല്ലാ സൈഹതൻ അവിടെ മണിക്കണം. സൈഹതൻ വാഹിദതൻ ഹാ. വാഹിദതൻ അവിടെയും മണിക്കണം. ഇല്ലാ സൈഹതൻ വാഹിദതൻ തഅഖുദുഹും. അവിടെ ഹംസ നേരത്തെ പറഞ്ഞതുപോലെ പൂർണ്ണമായി വെളിവാക്കാതെ തഅഖുദുഹും വഹും യഖ്സിമൂൻ. ഖിയാണ് അഥവാ ഹ ഇനി കെസറാണ്. ചില ആളുകൾ സുക്കൂനാക്കി ഓതിപ്പോകുന്ന കാണാം. സ്വാദാണ് ശേഷം. അപ്പോൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ ഹ വരുന്നു, അതുപോലെ സ്വാദ് വരുന്നു. സ്പീഡിൽ ഓതിപ്പോയാൽ അതൊന്നും ശരിയാകാത്ത രൂപത്തിലുള്ള പാരായണമായി മാറും. അതുകൊണ്ട് യഖ്സിമൂൻ വഹും യഖ്സിമൂൻ എന്ന് തന്നെ പാരായണം ചെയ്യാം. അടുത്ത ആയത്ത് 50-ാമത്തെ ആയത്ത്. فلا يستطيعون توصية ولا إلى أهلهم يرجعون. അവിടെ
ഫലാ യസ്, അവിടെ സീനാണ് ആദ്യം. യസ്തഖി കണ്ട, അതായത് താ വരുന്നുണ്ട്, അതിനുശേഷം ഖാ വരുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം എടുത്തു തന്നെ ഉച്ചരിക്കണം. യസ്തഖി ഫലാ യസ്തഖീഊന, ഐൻ വരുന്നുണ്ട്. ഫലാ യസ്തഖീഊന തൗസിയതൻ, സ്വാദ് തൗസിയതൻ മണിക്കണം. തൗസിയതൻ വലാ ഇലാ, വലായിലും ഇല എന്നതിലും മദ് കാണാൻ കഴിയും. വലാ ഇലാ അഹ്ലിഹിം, ചില ആളുകൾ അഹ്ലിഹിം അഹ് എന്ന് പറയരുത്, മറിച്ച് ഇത്ര മതി. അഹ്ലിഹിം യർജിഊൻ ഐൻ, അഹ്ലിഹിം യർജിഊൻ ഐൻ യർജിഊൻ. ഇത്രയാണ് ഇന്ന് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആദ്യം പോലെ ഒന്നുകൂടി ഓതി നോക്കാം. വമാ തഅതീഹിം മിൻ ആയത്തിൻ മിൻ ആയാതി റബ്ബിഹിം ഇല്ലാ കാനൂ അൻഹാ മുഅ്രിദീൻ. وَإِذَا قِيلَ لَهُمْ أَنفِقُوا مِمَّا رَزَقَكُمُ اللَّهُ قَالَ الَّذِينَ كَفَرُوا لِلَّذِينَ آمَنُوا أَنُطْعِمُ مَن لَّوْ يَشَاءُ اللَّهُ أَطْعَمَهُ إِنْ أَنْتُمْ إِلَّا فِي ضَلَالٍ مُبِينٍ. وَيَقُولُونَ مَتَى هَذَا الْوَعْدُ إِن كُنتُمْ صَادِقِينَ. مَا يَنظُرُونَ إِلَّا صَيْحَةً وَاحِدَةً تَأْخُذُهُمْ وَهُمْ يَخِصِّمُونَ. فَلَا يَسْتَطِيعُونَ تَوْصِيَةً وَلَا إِلَى أَهْلِهِمْ يَرْجِعُونَ. സദഖല്ലാഹുൽ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ പാരായണം ചെയ്യാൻ, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആന്റെ അഹ്ലുകാരിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.